നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു താരം ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം 4 ഇരട്ടി വരുമാനം വർദ്ധിക്കുക, അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ സംഭവം ഉണ്ടാകണമെങ്കിൽ ആ ചേർന്ന താരം ചില്ലറക്കാരനാവരുത്, ആയിരിക്കില്ലല്ലോ. സാക്ഷാൽ ലിയോ മെസ്സി ഇന്റർ മയാമിയിലേക്ക് ചെന്നതിന് ശേഷം അവരുടെ റവന്യൂ നിയർലി 4 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. വെറുതെയുള്ള കണക്കല്ല, ഫോബ്സിൻ്റെ കണക്കാണ്. 2022 അവരുടെ റവന്യൂ $56 മില്യൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ അവരുടെ റവന്യൂ കണക്കാക്കിയിരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ റവന്യൂ കണക്കാക്കിയിരിക്കുന്നത് $200 മില്യൺ ആണ്. നോക്കുക, നിയർലി 4 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഫോബ്സ് അവരുടെ നെറ്റ്വർത്ത് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കണം. 1.35 ബില്യൺ എന്ന് പറഞ്ഞാൽ MLS മോസ്റ്റ് വാല്യുബിൾ ഫ്രാഞ്ചൈസി ആയിട്ട് ചരിത്രത്തിലാദ്യമായി ഇന്റർ മയാമി മാറിയിരിക്കുകയാണ്. ഫോബ്സിൻ്റെ കൃത്യമായ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അത് അവർ പറയുന്നത് 1-ാം സ്ഥാനത്ത് ഇന്റർ മയാമിയാണ്. ഇപ്പോൾ മേജർ ലീഗ് സോക്കറിലെ വാല്യുവേഷൻ അനുസരിച്ച് ഇന്റർ മയാമി $1.35 ബില്യൺ അവരുടെ മൂല്യം. അവരുടെ ഒരു വർഷത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 13%. റവന്യൂ $200 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $50 മില്യൺ. ഓണേഴ്സ് നമുക്കറിയാം, ഹോർഗെ മാസും, ഹോസെ മാസും, പിന്നെ ഡേവിഡ് ബെക്കാമുമാണ്. 2-ാം സ്ഥാനത്ത് MLS രണ്ടാമത് മൂല്യമുള്ള ഫ്രാഞ്ചൈസി LAFC ആണ്. ലോസ് ഏഞ്ചലസ് FCയുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് $1.32 ബില്യൺ ആണ്. അവരുടെ ഒരു വർഷത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 6%. റവന്യൂ $167 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $14 മില്യൺ. 3-ാം സ്ഥാനത്ത് LA ഗാലക്സി വരുന്നു. $1.08 ബില്യൺ അവരുടെ മൂല്യമെങ്കിൽ അവരുടെ 1 ഇയർ ചേഞ്ച് 8%, റവന്യൂ $106 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $2 മില്യൺ. 4-ാം സ്ഥാനത്ത് ന്യൂയോർക്ക് സിറ്റി വരുന്നു. $1.02 ബില്യൺ അവരുടെ നെറ്റ്വർത്ത് കണക്കാക്കിയിരിക്കുന്നെങ്കിൽ 1 ഇയർ ചേഞ്ച് 17%, റവന്യൂ $90 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $5 മില്യൺ. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പാണ്, അതായത് ഷെയ്ഖ് മൻസൂറാണ് ന്യൂയോർക്ക് സിറ്റി FCയുടെ ഓണേഴ്സ് എന്ന കാര്യം കൂടി അറിയുക. ഇനി 5-ാം സ്ഥാനത്ത് വരുന്നത് ആറ്റ്ലാന്റ യുണൈറ്റഡ് FC ആണ്. അവരുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് $1 ബില്യൺ ആണ്. അവരുടെ 1 ഇയർ ചേഞ്ച് വെറും 3%, റവന്യൂ $105 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $10 മില്യൺ. 6-ാം സ്ഥാനത്ത് സിയാറ്റിൽ സൗണ്ടേഴ്സ്. അവരുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് $860 മില്യൺ, 1 ഇയർ ഇൻകം 100 മില്യൺ, 1 ഇയർ റവന്യൂ $100 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $3 മില്യൺ. ഓസ്റ്റിൻ FC ആണ് 7-ാം സ്ഥാനത്ത്. $855 മില്യൺ അവരുടെ നെറ്റ്വർത്ത്. 1 ഇയർ ചേഞ്ച് 4%, റവന്യൂ $94 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $5 മില്യൺ. 8-ാം സ്ഥാനത്ത് കൊളംബസ് ക്രൂ. 1 ഇയർ ചേഞ്ച് വന്നത് 10%, അവരുടെ നെറ്റ്വർത്ത് $805 മില്യൺ, റവന്യൂ $80 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $10 മില്യൺ. 9-ാം സ്ഥാനത്ത് FC സിൻസിനാറ്റി. $800 മില്യൺ അവരുടെ നെറ്റ്വർത്ത് എങ്കിൽ 1 ഇയർ ചേഞ്ച് 10%, റവന്യൂ $82 മില്യൺ, ഓപ്പറേറ്റിംഗ് ഇൻകം $15 മില്യൺ. അതേസമയം സാൻ ഡിയാഗോ FCയുടെ 1 ഇയർ ചേഞ്ച് എന്ന് പറയുന്നത് നോട്ട് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. $795 മില്യൺ അവരുടെ നെറ്റ്വർത്ത്, റവന്യൂ $93 മില്യൺ. അപ്പോൾ ഇതാണ് അവരുടെ ആദ്യ 10 സ്ഥാനത്ത് വരുന്ന ടീമുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്റർ മയാമി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വലിയ മാറ്റമുണ്ടാക്കുന്നു. ലയണൽ മെസ്സി എത്തിയതിനു ശേഷം വമ്പൻ മാറ്റമുണ്ടാക്കിയിരിക്കുന്നു. $1.35 ബില്യൺ നെറ്റ്വർത്തിൽ 1-ാം സ്ഥാനത്ത് ഇപ്പോൾ ഇന്റർ മയാമിയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.